അല്ല, ആരാ ഈ അവള്? ആരാ ഈ സീത? ചോദിച്ച് ഞാൻ സീത ആരെന്ന ചോദ്യം മീര ആവർത്തിക്കുന്നു. ഇത്തവണ താലി കെട്ടിയിട്ട് പോയാ മതിയെന്ന്. രാമന്റെ അമ്മ നിർബന്ധമായി അവനെ കൊണ്ട് സീതയെ താലി കെട്ടിക്കുമെന്ന് അമ്മയുടെ ആശ്വാസവാക്കുകൾ. ആ താലികെട്ട് അവൾ സ്വപ്നത്തിൽ കണ്ടു. രാമനെ കാണാനൊരുങ്ങിയ സീതയ്ക്ക് ഒന്നറിയണം, ശ്രീയേട്ടന്റെ ഇപ്പോഴത്തെ നിലപാട്. എന്നിട്ട് വേണം ഭാവിയെപ്പറ്റി ചിന്തിക്കാൻ. ഈ പൊന്നു മുഴുവായി ഞാനങ്ങ് ജീവിക്കും, ജീവിതകാലം മുഴുവൻ. തുടർന്ന് കാണുക. നടക്കുവോ നളിനി ഇത്തവണയെങ്കിലും നമ്മുടെ മകളുടെ ആഗ്രഹം? രാമൻ നാടുവിട്ടു പോയ ശേഷം വീട്ടിലേക്ക് ആദ്യമായിട്ട് വരികയല്ലേ, അതുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ശ്രീധരേട്ട. ആ, അങ്ങനെ തന്നെയാ നളിനി ഞാനും കരുതുന്നേ. ഇത്തവണ എല്ലാരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രാമൻ സീതയോടൊപ്പം പോകും. എത്ര കാലമായിട്ട് അങ്ങനെ ഒരു ദിവസം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നാ അതൊട്ട് നടക്കുന്നുമില്ല. സീത പോണം, എങ്കിലേ ഇവിടെ ചിലരൊക്കെ പഠിക്കൂ, പ്രത്യേകിച്ച് നമ്മുടെ വാദ്യാര് മോൻ. ഇപ്പോ സീതയുടെ ചെലവിൽ അവൻ ഒന്നും അറിയാതെ പോകുക. കൂടെ അവന്റെ പെണ്ണിന്റെ അഹങ്കാരവും സഹിക്കണം. അതൊക്കെ ഒഴിവാക്കിയിട്ട് ആരും ആരെ ആശ്രയിക്കാതെ ഇനി ജീവിക്കട്ടെ. രാമന്റെ കല്യാണം കഴിഞ്ഞോന്ന് സീതയ്ക്ക് നേരിയ പേടിയുണ്ട്. അങ്ങനെ വരുമോ? ഇല്ലെന്നാ എന്റെ വിശ്വാസം. പിന്നെ മനുഷ്യന്റെ കാര്യമല്ലേ, സാഹചര്യങ്ങൾ എതിരായാൽ എല്ലാം തലകീഴായി മറിയുമല്ലോ. എന്നുവെച്ചാ രാമൻ വാശി കയറിയ നാടുവിട്ടു പോയത് ആ വാശി ഇപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നു. അതിനിടയിലേക്ക് ഒരു പെണ്ണ് കയറി വരികയും ചെയ്താൽ ഭയക്കണം ശ്രീധരേട്ട. ജീവിതത്തിൽ ഒരുപാട് കരഞ്ഞു നമ്മുടെ മോള്, ഒരുപാട് പേർക്ക് വേണ്ടി ജീവിച്ചു. ഇനിയെങ്കിലും അവക്കൊരു ജീവിതം വേണ്ടേ, ഒരു കുടുംബം വേണ്ടേ? ഇതാണ് എന്റെ നാട്, നല്ല പച്ചപ്പുള്ള നാട്. എങ്ങനെ, ഇഷ്ടമായോ? കൊള്ളാം, ബ്യൂട്ടിഫുൾ. ഒരുപാട് പുഴകളും ഇടറോഡുകളും പാടവും പാടവരമ്പും, അങ്ങനെ മൊത്തത്തിൽ പ്രകൃതി അനുഗ്രഹിച്ച നാടായിരുന്നു. ഇന്നിപ്പോ പാടമൊക്കെ നികത്തി ഫ്ലാറ്റ് വന്നിരിക്കുന്നു. എങ്കിലും നാടിന്റെ മുഖച്ഛായക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരുപാട് ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോവുക. ആ ഓർമ്മയിൽ ഏതെങ്കിലും പെൺകുട്ടിയുണ്ടോ? അവളാണോ ഈ സീത? ഈ കാറ്റിൽ പോലും എന്തോ ഒരു ആശ്വാസം പോലെ. മറക്കാനാവില്ല ഒരിക്കലും എനിക്ക് അന്തരീക്ഷം. റാമിന് എത്ര ഏക്കർ പാടമുണ്ട്? അതൊക്കെ കുറച്ചുണ്ട്. അതിരാവിലെ പാടത്തിറങ്ങും, കൂടെ ഒരു സഹായം ഉണ്ടാവും. ഇവിടെ അടുത്തൊരു പുഴയുണ്ട്, നല്ല തെളിഞ്ഞ വെള്ളമുണ്ട് അവിടെ. അവിടെ വിസ്തരിച്ചൊരു കുഴി. അതിനുശേഷം എന്റെ പാടത്തുനിന്ന് കൊയ്തെടുത്ത കുത്തരിച്ചോറിന്റെ കഞ്ഞി, കൂട്ടിന് അമ്മയുണ്ടാക്കിയ പയറും അവിയലും കാച്ചിയ പപ്പടവും. ഇതൊക്കെ വിട്ടിട്ട് പിന്നെന്തിനാ ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്തത്? എല്ലാ യാത്രയ്ക്ക് പിന്നിലും ഒരു കഥയുണ്ടാവും. ഇവിടെ അങ്ങനെ ഒന്നുണ്ട്, നീ അറിയാത്ത ചില കഥകൾ. അതിൽ പ്രണയമുണ്ടോ? എല്ലാം ഉണ്ട്, എല്ലാം. പ്രണയവും വാശിയും വൈരാഗ്യവും ഒക്കെ.
വരേണ്ട സമയമായല്ലോ കുമാര. ഹൈ റേഞ്ച് വഴിയുള്ള യാത്രയല്ല അമ്മേ. ഇവിടെ ചൂടാണെങ്കിലും അവിടെയൊക്കെ രാവിലെ നല്ല മഞ്ഞായിരിക്കും. പിന്നെ സമയമായി വരുന്നേ ഉള്ളൂ. രാമേട്ടൻ വന്നിട്ട് വേണം ആ വിവരം ചൂടാറാതെ സീതയെ അറിയിക്കാൻ. സീതയും നല്ല പ്രതീക്ഷയിലായിരിക്കും അല്ലേ കുമാര? അത് പിന്നെ പറയാനുണ്ടോ? പറ്റുമെങ്കിൽ തിരികെ പോകുമ്പോ സീതയും കൂടെ പറഞ്ഞേക്കണം. ആദ്യം അവനിഞ്ഞു വരട്ടെ. എന്റെ ശ്രീയ, ഇനി പരിഭവം പിണക്കൊന്നും കാണിക്കരുത്. വർഷങ്ങൾക്ക് ശേഷം വരുന്ന മകനാ. അത് പിന്നെ എന്നെ ഓർമ്മിപ്പിക്കണോ കുമാര? ഇതെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇവളാരാണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. ഡോ, ഇതാണ് എന്റെ അമ്മ. ഇത് നാട്ടിലുള്ളപ്പോ ഏതിനും എന്നോട് ചേർന്ന് നിൽക്കുന്ന ആത്മാർത്ഥ സുഹൃത്ത് കുമാരൻ. കടത്ത് കുമാരനെന്നാ എല്ലാരും വിളിക്കുന്നത്. എത്ര നാളായിടാ മോനെ നിന്നെ ഒന്ന് കണ്ടിട്ട്. എന്നിട്ട് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അമ്മയ്ക്ക് കുറച്ചുകൂടെ പ്രായം വന്നിട്ടുണ്ട്. അതിനപ്പുറം ഒന്നുമില്ല. മോള് കുമാര, നീ പോവല്ലേ? ഞാനിപ്പോ വരാം. താമ്പ അമ്മേ. ഇത്തരം രംഗങ്ങൾ കാണാനാണെങ്കിൽ സീത ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. രാമ, അല്ല ഈ മോൾ ആരാണെന്ന് നീ പറഞ്ഞില്ലല്ലോ. എന്റെ സുഹൃത്താണമ്മേ. ഞാൻ ഇവിടേക്ക് വന്നിട്ടില്ല. കോളേജില് റാമിന്റെ ജൂനിയറായിട്ട് പഠിച്ചതാ. നീ വാ, ഞാൻ മുറി കാണിച്ചത്. അല്ല, പഴയ കലിയൊക്കെ തീർന്നോ? അത് അമ്മ കാട്ടിയ മണ്ടത്തരമായി പോയിന്ന് മോൻ പോയി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി. പിന്നെ സകല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു എന്റെ കുഞ്ഞിന്റെ മനസ്സ് മാറി മടങ്ങി വരണേന്ന്. വന്നപ്പോഴോ അമ്മയുടെ മോൻ തനിച്ചല്ല, കൂടെ ഒരു കൂട്ടുകാരിയും ഉണ്ട്. ഞാൻ മുറി കാണിച്ചു കൊടുക്കട്ടെ? ഈശ്വര, സീതയുടെ അമ്മയുടെ പ്രതീക്ഷ തകരുവോ? ഇതാണ് നിനക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന മുറി. ഒരുക്കിയെന്ന് പറയാൻ പറ്റില്ല, നീ എനിക്കൊപ്പം വരുമെന്ന് ആർക്കും അറിയാൻ പറ്റില്ലായിരുന്നല്ലോ. പിന്നെ ഇവിടെ മുറികൾ എപ്പോഴും നല്ല വൃത്തിയോടെയും വെടിപ്പോടെയാ അമ്മ സൂക്ഷിക്കുക. നല്ല ഐശ്വര്യമുള്ള അമ്മ. ഈ അമ്മയെ ഇത്രയും കാലം എങ്ങനെ കാണാതിരിക്കാൻ തോന്നി? പാവം അമ്മയാ, ഒരുപാട് സ്നേഹിച്ചതുവാ പരസ്പരം. അതുകൊണ്ടാ ഇടയ്ക്ക് എന്നെ വാശി കയറ്റിയപ്പോ അതിന്റെ അളവും കൂടിപ്പോയത്. ഇനി ഏതായാലും ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരണം. വന്നില്ലെങ്കിൽ ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. എനിക്കൊപ്പം നീ വന്നപ്പോ അമ്മയും കുമാരനും അപ്സെറ്റ് ആയിപ്പോയി. ഞാൻ റാമിന്റെ ഭാര്യയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമല്ലേ? ഉറപ്പല്ലേ? ആ തെറ്റിദ്ധാരണ നീ മാറ്റിക്കൊള്ളണേ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായ അത് പ്രശ്നമോ? എന്ത് പ്രശ്നം? പിന്നെ ഈ ആളിനെ വേണോന്നും പറഞ്ഞ് പെൺകുട്ടികളെ വട്ടം ചുറ്റില്ലല്ലോ. അത് നല്ലതല്ലേ? അത് നല്ലതൊക്കെയാ.
എന്നാൽ അതിലിത്തിരി പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ആ, അതെന്തായാലും ശരി. ഈ വീട്ടിലുള്ളവരെയും നാട്ടുകാരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടേ ഞാൻ പോകും. കൂടെ വന്നത് കൂട്ടുകാരിയാണെന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെയാണോ മോനെ? അല്ലാന്ന് തോന്നിയോ? ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നല്ലേ അമ്മേ, അപ്പൊ ഒരു കൂട്ട്. അതിനു കൂട്ടുവരാൻ ആണുങ്ങൾ ആരുമില്ലായിരുന്നോ? മീരയ്ക്ക് ഈ നാടും അമ്മയൊക്കെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എന്നാലും നാട്ടുകാരറിഞ്ഞ മോശമാണല്ലോടാ മോനെ. എന്ത് മോശം? ഈ നാട്ടുകാർ അത്രയ്ക്ക് പരിശുദ്ധരാണോ? നാട്ടുകാരുടെ കാര്യം പോട്ടെ, സീത. ആ ഭാഗത്തെപ്പറ്റി ഞാൻ ചിന്തിക്കാറില്ല. സീതയുടെ കാര്യം മാത്രമല്ല, എന്റെ കാര്യവും ചിന്തിക്കാറില്ലായിരുന്നല്ലോ. ശരിയാ. എന്നാൽ അതിനിപ്പം മാറ്റം വന്നു എന്ന് കരുതി ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് എന്നെ വീണ്ടും പഴയപടി ആക്കണ്ട. ഇങ്ങോട്ട് വരാതിരിക്കാൻ പ്രേരിപ്പിക്കണ്ട. നിന്നെ കാണാൻ ഞാൻ പലതവണ അങ്ങോട്ടും വന്നല്ലോ. അപ്പൊ നീ എവിടെയാ മറിഞ്ഞിരുന്നത്? അമ്മയോട് പറയാൻ എനിക്ക് ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മാറി നിന്നത്. ദൈവത്തെ ഓർത്ത് ഇനി അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മേ നീ ഇങ്ങനെ തീ തീറ്റിക്കരുത്. എനിക്കൊറ്റ മോനാ നീയ. ഞാനിവിടെ ഒറ്റയ്ക്ക് വാ. ആ ബോധം വേണം നിനക്ക്. എനിക്കെല്ലാത്തിനെ കുറിച്ചും ബോധമുണ്ട്. എന്നെ ആരും അറിയാതെ പോയത്. ആ തെറ്റിന് എന്തു പ്രായശ്ചിത്തം വേണമെങ്കിലും അമ്മ ചെയ്യാം. അമ്മ മകന് മുമ്പിൽ പ്രായശ്ചിത്തമൊന്നും ചെയ്യണ്ട. അച്ഛന്റെ ആണ്ടിന് വേണ്ടിയാ ഞാൻ വന്നത്. ആ ദിവസങ്ങൾ വെറുതെ അലമ്പിക്കളയണ്ട, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ട്. അമ്മേ, കുമാരനോ? കേറി വാ. അമ്മേ, പോയിട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. രാമേട്ടന്റെ കൂടെ വന്നത് ആരാ അമ്മ? അവന്റെ ഒരു കൂട്ടുകാരിയാണെന്നാ പറഞ്ഞേ. അമ്മയുടെ പാദത്തിൽ തൊട്ടു തൊഴുന്നതൊക്കെ കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നിയില്ല. ആദ്യമായിട്ട് വീട്ടിൽ വരുന്ന മരുമകൾ പെരുമാറുന്ന പോലെയാ ആ പെൺകുട്ടി പെരുമാറിയത്. എന്നുവെച്ച് തിരുനെറ്റിയിൽ സിന്ദൂരം ഒന്നുമില്ല, കഴുത്തിൽ താലിയില്ല. കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല, പറഞ്ഞുറപ്പിച്ചതുപോലെയുണ്ട്. അങ്ങനെ വരുവോടാ? അല്ലെങ്കിൽ തന്നെ ചെറുപ്പക്കാരി പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാത്ത ഒരാള് ഇത്ര തന്റെ ഇടത്തിൽ ഒരുത്തിയും കൂട്ടി വരുമോ? ഞാനും അത് ചിന്തിക്കാതിരുന്നില്ല. അതുകൊണ്ട് വീണ്ടും ചോദിച്ചു. അമ്മ ചിന്തിക്കുന്ന പോലൊന്നും ഇല്ലെന്നാ അവൻ പറഞ്ഞത്. എങ്കിലും എനിക്കും ഒരു അങ്കലാപ്പുണ്ട്. സീതയാണെങ്കിൽ വിളിച്ചോണ്ടിരിക്കുക. ഞാൻ ഇതുവരെ ഫോൺ എടുത്തിട്ട് ഞാനെന്ത് പറയാനാ? കൂടെ ഒരുത്തി വന്നിട്ടുണ്ടോ? സീത ഇങ്ങോട്ട് വരാതിരിക്കുന്നതാ നല്ലത്. വന്നു കഴിഞ്ഞാ നമുക്ക് ഇത്രയും സങ്കടം ഉണ്ടെങ്കിൽ പിന്നെ സീതയുടെ കാര്യം പറയണോ? എന്നാ പിന്നെ സീതയെ കാണുകയാണെങ്കിൽ വന്നില്ല എന്നങ്ങ് പറഞ്ഞേക്കും. ആ, ഇനിയിപ്പൊ അങ്ങനെ പറയാനേ പറ്റൂ. ഇതുവരെ വരണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. വന്നപ്പോഴോ ഇതുവരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു വരവ്. ഇനിയിപ്പൊ രാമേട്ടനെ സീതയ്ക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. രാമേട്ടൻ ഇങ്ങോട്ട് വരാത്തതിന്റെ കാരണം അമ്മയ്ക്ക് മനസ്സിലായല്ലോ. ആ പെണ്ണ ഇതിന്റെ കാരണം. എല്ലാവരും ചേർന്ന് രാമേട്ടനെ വാശി കയറ്റി ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? കുമാരേട്ടാ,
ശ്രീയേട്ടൻ വന്നോ? എന്താ കുമാരേട്ടാ? അത് എത്തിയില്ല. എത്തിയില്ലേ? പറഞ്ഞല്ലോ അതുപോലെ ചെയ്യുന്ന ആള്. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ചോ? ആ, എല്ലാവർക്കും കൊടുത്ത വാക്കും തെറ്റിക്കുക. ഞാൻ ആകെ പ്രതീക്ഷയിലായിരുന്നു. വീട്ടിലുള്ളവരും എന്റെ ചാരുമോൾ ഉൾപ്പെടെ എല്ലാവരും. എന്നിട്ടും ദൈവങ്ങൾ ചതിച്ചു. ചതിക്കുന്നത് ദൈവങ്ങളല്ല. ഇനി വൈകിയെങ്കിലും എത്തൂ. ആണ്ടിന് പ്രധാനം സദ്യ. അമ്മയ്ക്കൊപ്പം ഇരുന്ന് സദ്യ ഉണ്ണുക, അമ്പലത്തിൽ പോവുക, അതൊക്കെയാ വേണ്ടിയിരുന്നത്. ആ ബോധമുള്ള ആള് ഇത്ര നേരമായിട്ടും വന്നിട്ടില്ലെങ്കിൽ ഇനി വരാൻ പോണില്ല സീതെ. വഴിയിൽ എന്തേലും തടസ്സമാണെങ്കിലോ? വരില്ല സീതെ, അത് ഉറപ്പാ. അങ്ങനെ വിളിച്ചു പറഞ്ഞിരുന്നോ ശ്രീയേട്ടൻ? ആ, പറഞ്ഞിരുന്നു. എല്ലാവരെയും സങ്കടപ്പെടുത്തുവാണല്ലോ ശ്രീയേട്ടൻ. ഈ സ്വഭാവം ഇല്ലാതിരുന്നതാണല്ലോ. ആ സ്വഭാവം രാമേട്ടൻ ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളൊക്കെ കൂടി തന്നെയാ. ഇല്ലാത്ത ശീലങ്ങളൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ രാമേട്ടൻ പഴയ ആളൊന്നുമല്ല, പഴയതൊക്കെ മറന്ന ആളാ. അങ്ങനെ എനിക്ക് തോന്നുന്നു. എന്താ കുമാരേട്ടൻ ഇതുവരെ ഇല്ലാത്തൊരു ദേഷ്യം? അല്ല, അത് പിന്നെ കാത്തിരുന്നവരൊക്കെ നിരാശപ്പെടുത്തിയല്ലോ, കരയിച്ചല്ലോ. പിന്നെ ദേഷ്യം വരില്ല സീതെ. ഞാനൊന്ന് അവിടം വരെ. വേണ്ട, അങ്ങോട്ട് പോണ്ട. പോയാൽ ആ അമ്മയുടെ കരച്ചിലൂടെ കാണേണ്ടി വരും. പിന്നെ സീതയും കരയേണ്ടി വരും. വീട്ടിൽ അമ്മയും അച്ഛനും ഒക്കെ കാത്തിരിക്കുക വിവരങ്ങൾ അറിയാൻ. അവരോടൊക്കെ ഞാൻ എന്താ പറയണ്ട? എന്ത് പറയണമെന്നൊക്കെ സീത തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഇനി രാമേട്ടനെ തിരികെ കിട്ടാൻ ബുദ്ധിമുട്ടാ സീത. കുമാരേട്ടാ, നമുക്കൊന്ന് മൂന്നാറിലേക്ക് പോയാലോ? എന്നിട്ട് ശ്രീയേട്ടനെ നേരിട്ട് കാണാം. എന്തിനാ സീത? അവിടെ പോയാൽ ചിലപ്പോ തിരികെ വരുമ്പോ വേദനിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാകും. അതുകൊണ്ട് പോകാതിരിക്കുന്നതാ വൃത്തി. ഇനിയും കണ്ടില്ലല്ലോ ശ്രീധരേട്ട അവളെ. രാമനെ മിക്കവാറും കണ്ടു കാണും. കണ്ടു കഴിഞ്ഞാലുള്ള കാര്യം അറിയാമല്ലോ. പിന്നെ അവളെല്ലാം മറക്കും. ശരിയാ, അതുകൊണ്ടാകണം വൈകുന്നത്. ആ, ദേ വരുന്നു. ആ, എന്റെ ദേവി, എന്തായോ എന്തോ. എന്തായി മോളെ? രാമൻ വന്നോ? ഇല്ല. രക്ഷപ്പെട്ടു. മോളെ രാമന്റെ വീട്ടിൽ പോയിരുന്നോ? ഇല്ല, കുമാരേട്ടനെ കണ്ടു. വന്നില്ലെന്നാ പറഞ്ഞത്. പിന്നെ പാടവരമ്പത്ത് കുറേ സമയം ഇരുന്നു. അതുവഴിയാണല്ലോ ശ്രീയേട്ടൻ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. പിന്നെ ഞങ്ങൾ സ്ഥിരം പോവാറുണ്ടായിരുന്ന അമ്പലം നടയിൽ കുറെ നേരം കാത്തിരുന്നു. കാണാതായപ്പോ അത് ദൈവത്തിന്റെ തീരുമാനമാണെന്ന് ഉറപ്പിച്ച് മടങ്ങിപ്പോന്നു. എന്നാലും ഒരുപാട് പ്രതീക്ഷയോടെ ആണല്ലോ മോള് പോയത്. അച്ഛന്റെ ആണ്ടിനെങ്കിലും വരുമെന്ന് കരുതി. അവിടെയും നിരാശ തന്നെയാ ഫലം, അല്ലേ? എന്നേക്കാൾ നിരാശയായിട്ടുണ്ടാവും ശ്രീയേട്ടന്റെ അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ തോന്നിയില്ല. എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. എന്നിട്ടും ഫലം കണ്ടില്ലല്ലോ മോളെ. ഇനിയിപ്പോ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഈ നിരാശയും വേദനയൊക്കെ കുറെ നാളായിട്ട് സഹിക്കുന്നുണ്ട്. വലിയ സങ്കടമൊന്നുമില്ല.
അത് പറയുമ്പോഴും മോളുടെ മനസ്സിലെ ഭാരം ഞങ്ങൾക്കറിയാം. എത്രമാത്രം മോള് ദുഃഖിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. സാരമില്ലമ്മേ, ശ്രീയേട്ടനുമായി ഒന്നിക്കാനുള്ള സമയമായിട്ടില്ല. എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും രാമേട്ടൻ വരണോന്നും സീതേച്ചെ കൂട്ടിക്കൊണ്ടു പോണോന്നും ഞാനും പ്രാർത്ഥിച്ചതാ. ഉള്ളിലൊന്ന് പുറത്തേക്ക് വരുന്നത് മറ്റൊന്ന്. അറിയാവിടെ നിന്റെ മനസ്സിലിരിപ്പൊക്കെ. മോള് രാമനൊപ്പം ജീവിക്കുന്നു കൊതിച്ചിരുന്നത് ചമ്മിപ്പോയി. സീതമ്മ, രാമനങ്ങൾ വന്നില്ലല്ലേ? സീതമ്മ വിഷമിക്കണ്ട. സീതമ്മയെ കരയിച്ചേന് രാമനങ്ങളിലും കരയേണ്ടി വരും. അങ്ങനെയൊന്നും പറയല്ലേ മോളെ, എന്നൊന്നും പറയണ്ട. എന്താന്ന് വെച്ചാ സീതമ്മ എന്ന രാമനങ്ങളിനെ കാണാൻ എന്തുമാത്രം കൊതിച്ചെന്ന് എനിക്കറിയാം. അതിങ്ങനെയായിപ്പോയി. എന്തിനാ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നേ? പോട്ടെ മോളെ, ശ്രീയേട്ടന് വരാൻ തോന്നിക്കാണില്ല. അതിനുള്ള സമയമായപ്പോ വേണ്ടെന്ന് മനസ്സ് പറഞ്ഞു കാണും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്നാലും നമ്മളെല്ലാരും ഒരുപാട് പ്രാർത്ഥിച്ചല്ലേ സീതമ്മ, എന്നിട്ടും കാര്യം നടന്നില്ലല്ലോ. അതിനുള്ള വിധി എനിക്കില്ല മോളെ. പിന്നെ എങ്ങനെ നടക്കാന്? ശ്രീയേട്ടൻ വേറെ കല്യാണം കഴിച്ചോന്ന് സംശയമുണ്ട് എനിക്ക്. പിന്നെ അങ്ങനെ ചെയ്യില്ല എന്ന് മനസ്സ് പറയും. പറയാൻ പറ്റത്തില്ല. സാഹചര്യങ്ങൾ ചിലപ്പോ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുമല്ലോ, അങ്ങനെ ചിന്തിപ്പിക്കുമല്ലോ.